LDC KTM KKD 2024 ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിൻ്റെ വിശകലനവുമുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ ശരിയായത് 2ഉം 4ഉം ആണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി എന്നതും ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എന്നും. 1595 ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികൾ ഡച്ചുകാരാണ്. 1595 ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികൾ ഡച്ചുകാർ. 1604 ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്നു. കൊച്ചി, കൊല്ലം എന്നിവയാണ് ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമായിരുന്നു കുളച്ചൽ. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ടകെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. 1595 ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികൾ ഡച്ചുകാർ. 1604 ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്നു. കൊച്ചി, കൊല്ലം എന്നിവയാണ് ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമായിരുന്നു കുളച്ചൽ. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ടകെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൻ്റെ കാരണം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മൂത്തറാണിയെ ഇളയെഴുത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൻ്റെ കാരണം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മൂത്തറാണിയെ ഇളയെഴുത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി. ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ നടത്തിയ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ്. കേരളാരാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ സ്കൂൾ പാഠപുസ്തകത്തിൽ 1678 1693 കാലയളവാണ് പ്രതിപാദിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്, അവസാന വൃക്ഷം ആൽ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ. ഗൗഡ സാരസ്വത ബ്രാഹ്മണർ.
രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്വത ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്, ഫാദർ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കെ.എസ്. മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി ഒന്നുകൂടി പറയാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ്. കേരളാരാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ സ്കൂൾ പാഠപുസ്തകത്തിൽ 1678 1693 കാലയളവാണ് പ്രതിപാദിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്, അവസാന വൃക്ഷം ആൽ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്വത ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്, ഫാദർ മാത്യൂസ്. ജോൺ മാത്യൂസ് അല്ലെങ്കിൽ ഫാദർ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ.എസ്. മണിലാൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അമരാവതി. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അമരാവതി. ഒറ്റപ്പാലം, സൂററ്റ്, ഹരിപുരം ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ ചേറ്റൂർ ശങ്കരൻ നായർ. ആദ്യം പി. അനന്തചാർലു. ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1897. അമരാവതി സമ്മേളനം, മഹാരാഷ്ട്ര. ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1897. അമരാവതി സമ്മേളനത്തിൽ, മഹാരാഷ്ട്ര. ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച സി. ശങ്കരൻ നായർ രചിച്ച പുസ്തകം ഗാന്ധിയും അരാജകത്വവും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ചേറ്റൂർ ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി യൂറോപ്യൻ ജോർജ് യോൾ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ യൂറോപ്യൻകാരനാണ് ജോർജ് യോൾ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശി വില്യം വെഡർബേൺ. 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശി വില്യം വെഡർബേൺ. 1910. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്തെ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി. അനന്തചാർലു. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി W.C. ബാനർജി. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റാവുന്ന ആദ്യ വ്യക്തി W.C. ബാനർജി. കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. കോൺഗ്രസ് പ്രസിഡന്റാവുന്ന രണ്ടാമത്തെ മുസ്ലിം റഹ്മത്തുള്ള സയാനി. കോൺഗ്രസ് പ്രസിഡന്റാവുന്ന രണ്ടാമത്തെ മുസ്ലിം റഹ്മത്തുള്ള സയാനി. കോൺഗ്രസ് പ്രസിഡന്റായ നാലാമത്തെ വിദേശി ഹെൻറി കോട്ടൺ. കോൺഗ്രസ് പ്രസിഡന്റായ നാലാമത്തെ വിദേശി ഹെൻറി കോട്ടൺ. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബസന്റ്. INC പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡു. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത മൂന്നാമത്തെ വനിതയും നെല്ലിസൺ ഗുപ്ത. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി,
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ 100-ാം വാർഷിക സമയത്തെ പ്രസിഡന്റ് രാജീവ് ഗാന്ധി. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധി. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധി. 1998, 2017. കോൺഗ്രസ് രൂപീകരണത്തിൻ്റെ 125-ാം വാർഷികത്തിൽ പ്രസിഡന്റായിരുന്നത് സോണിയാഗാന്ധിയാണ്. കോൺഗ്രസ് രൂപീകരണത്തിൻ്റെ 125-ാം വാർഷികത്തിൽ പ്രസിഡന്റായിരുന്നത് സോണിയാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനം ഹരിപുര, ഗുജറാത്ത്, 1938. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനം ഹരിപുര, ഗുജറാത്ത്, 1938. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ആൻസർ? APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാമാണ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. 2ഉം 3ഉമാണ് ശരിയായ ആൻസർ. ഡോക്ടർ APJ അബ്ദുൽ കലാം. ജനനം 1931 ഒക്ടോബർ 15, രാമേശ്വരം, തമിഴ്നാട്. മരണം 2015 ജൂലൈ 27. മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തി, 12ാമത്തെ രാഷ്ട്രപതി. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകം അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, ശ്രീചൻ പാൽ സിംഗുമായി ചേർന്ന് എഴുതിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറയുമ്പോൾ ജനനം 1931 ഒക്ടോബർ 15, തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. മരണം 2015 ജൂലൈ 27. മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തി, 12ാമത്തെ രാഷ്ട്രപതി. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകം അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, ശ്രീചൻ പാൽ സിംഗുമായി ചേർന്ന് എഴുതിയത്. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്, എഡിറ്റഡ് ബൈ ലില്ലിയൻ വാട്സൺ. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്, എഡിറ്റഡ് ബൈ ലില്ലിയൻ വാട്സൺ. APJയുടെ കവിതാ സമാഹാരം യനൂദായ പ്രയാണ, മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. APJയുടെ കവിതാ സമാഹാരം യനൂദായ പ്രയാണ, മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരിതൽ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരിതൽ. രാഷ്ട്രപതിമാർ ഭരണകാലഘട്ടം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13. ഡോക്ടർ S രാധാകൃഷ്ണൻ 1962 മെയ് 13 മുതൽ 1967 മെയ് 13 വരെ. സക്കീർ ഹുസൈൻ 1967 മെയ് 13 മുതൽ 1969 മെയ് 3 വരെ. VV ഗിരി 1969 ആഗസ്റ്റ് 24 മുതൽ 1974 ആഗസ്റ്റ് 24 വരെ. ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974 ആഗസ്റ്റ് 24 മുതൽ 1977 ഫെബ്രുവരി 11.
നീലം സഞ്ജീവ റെഡ്ഡി 1977 ജൂലൈ 25, 1982 ജൂലൈ 25 വരെ. ഗ്യാനി സെയിൽ സിംഗ് 1982 ജൂലൈ 25 മുതൽ 1987 ജൂലൈ 25 വരെ. ആർ വെങ്കിട്ടരാമൻ 1987 ജൂലൈ 25 മുതൽ 1992 ജൂലൈ 25 വരെ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ 1992 ജൂലൈ 25 മുതൽ 1997 ജൂലൈ 25 വരെ. കെ ആർ നാരായണൻ 1997 ജൂലൈ 25 മുതൽ 2002 ജൂലൈ 25 വരെ. ഡോക്ടർ APJ അബ്ദുൽ കലാം 2002 ജൂലൈ 25, 2007 ജൂലൈ 25 വരെ. പ്രതിഭ പാട്ടീൽ 2007 ജൂലൈ 25 മുതൽ 2012 ജൂലൈ 25 വരെ. പ്രണബ് മുഖർജി 2012 ജൂലൈ 25 മുതൽ 2017 ജൂലൈ 25 വരെ. രാംനാഥ് കോവിന്ദ് 2017 ജൂലൈ 25 മുതൽ 2022 ജൂലൈ 25 വരെ. ദ്രൗപദി മുർമു 2022 ജൂലൈ 25 മുതൽ തുടരുന്നു. APJയുടെ പ്രധാന കൃതികൾ: അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ, ആത്മകഥ, ഇൻസ്പയറിംഗ് തോട്ട്സ്, ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്, ചിൽഡ്രൻ ആസ്ക് കലാം, മിഷൻ ഇന്ത്യ, ദ ലൈഫ് ട്രീ, ദ ലൂമിനസ് സ്പാർക്സ്, ട്രാൻസെൻഡസ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, മൈ ജേണി, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, യു ആർ ബോൺ ടു ബ്ലോസം, ടേക്ക് മൈ ജേണി ബിയോണ്ട്, അരുൺ തിവാരിയോടൊപ്പം, ഫോർജ് യുവർ ഫ്യൂച്ചർ, ഗൈഡിംഗ് സോൾസ്, ടേണിംഗ് പോയിൻറ്റ്സ്, എ ജേണി ത്രൂ ചലഞ്ചസ്, എൻവിഷനിങ് ആൻഡ് എംപവേർഡ് നേഷൻ, ശിവതാരുണി പിള്ളയോടൊപ്പം ചേർന്ന് എഴുതിയത്.